വയനാടാണ് നമ്മുടെ വിഷയം. അപ്പോൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനമായിട്ട് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ വരെ പട്ടാള ട്രസ്റ്റിലൊന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു കേണൽ എന്ന പദവി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം വരെ വയനാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ABC ന്യൂസ്, അതായത് അന്തി ചർച്ച നടത്തുന്ന ചാനലാണ്. ഒരു കൂടുതൽ പൊളിറ്റിക്സ് കാര്യങ്ങളാണ് ചർച്ച നടത്തുന്നത്. അതിൽ തന്നെ അത്യാവശ്യം മതം ഒക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ക്ലിപ്പ്, അതായത് ഈ TG മോഹൻദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ, ഈ വയനാട് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നല്ല ട്രെൻഡിങ്ങിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്കറിയില്ല, എന്തൊക്കെയുണ്ട്. ഒരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് കാർഡ്, വൈറ്റ് കാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ്, ഇതൊക്കെ കുറെ എണ്ണം. ഇത് കൂടാതെ DYFI, ഇവരുടെ ആ ടീഷർട്ട് കണ്ടാൽ അറിയാം. ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരന്റെ പ്രിന്റ് ചെയ്ത് അടിച്ചു, വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ പുള്ളി പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളായിട്ട് ഇപ്പൊ സൈന്യം, അതേപോലെ NDRF ഫോഴ്സ്, മാത്രമല്ല ഒരുപാട് സംഘടനകൾ, യുവജന സംഘടനകൾ, ഇപ്പൊ കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട്, അതേപോലെ DYFI, പിന്നെ അതേപോലെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകൾ, ലീഗ്, എല്ലാവരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെ രക്ഷിച്ച് സാധാരണ ജനങ്ങൾ വരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇമാതിരി ഊമ്പിക്കല് ഡയലോഗുകൾ, അതായത് അയാളുടെ ഉള്ളിൽ, ഈ TG മോഹൻദാസിന്റെ അങ്ങേരുടെ ഉള്ളിലുള്ള ഒരു വർഗീയത, അതാണ് പുള്ളി ആ സംസാരത്തിലൂടെ പുറത്തിട്ടത്. യൂണിഫോം തയ്ച്ചു വെച്ചേക്കണേണെന്ന്. അത് എങ്ങനെയുണ്ട്? അതായത് ഈ ഒരു പ്രളയം, ഈ ഒരു ദുരന്തം വരുമ്പോൾ തന്നെ ഇന്ന ആൾക്കാരുടെ സാന്നിധ്യം കാണിക്കാനായിട്ട് അവർ യൂണിഫോം ഇട്ട് വന്നിരിക്കുന്നതാണ്. എന്താണ് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ പറയേണ്ടത്? ഇപ്പോൾ അവിടെ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോൾ അവിടെ മരിച്ചത് ഒരു മുസ്ലിം അല്ല, അല്ലെങ്കിൽ ഒരു ഹിന്ദു അല്ല, ഒരു ക്രിസ്ത്യൻ അല്ല, എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാവരും ആ ഭാഗത്ത് താമസിച്ച ഇന്ന മതം, വംശം, ജാതിയിൽപ്പെട്ട ഒട്ടുമിക്ക എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഇന്ന് ഞാൻ ന്യൂസ് നോക്കുമ്പോൾ 350 കഴിഞ്ഞ് ഡെത്ത് ടോള്. അപ്പോൾ എല്ലാവരും ആ ഒരു മരണത്തെ, ആ ഒരു എന്താ പറയുക, ഉരുൾപൊട്ടലിൽ പെട്ട് മരണമടിഞ്ഞിട്ടുണ്ട്. കുറേ പേരുടെ സ്വത്തുക്കൾ, കുറേ പേരുടെ അവരുടെ സമ്പാദ്യമൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇമാരത്തെ പച്ച വർഗീയത എങ്ങനെയാണോ ഇയാൾക്കൊക്കെ പറയാൻ പറ്റുന്നത്? സംഭവം അങ്ങേര് അവിടെ ആ സ്ഥലത്ത് പോയിട്ടില്ല. അവിടെ ചെയ്യുന്ന ആൾക്കാരെ കൂടി നിരുത്സാഹപ്പെടുത്തണം, അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരെ കൂടെ കുറ്റപ്പെടുത്തുന്ന മറ്റടുത്ത വർത്താനമാണ് അവൻ അവൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് പറയുന്നത്. അല്ല, ഇത് പറയുമ്പോൾ ഞാനും ഇവിടെ ഒരു സെറ്റപ്പ്, ഇവിടെ ഒരു എന്താ പറയുക, ടേബിൾ ഇട്ടിട്ട് ഇങ്ങനെ പറയണതാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ചെയ്യണം. പക്ഷെ ഇങ്ങനത്തെയൊക്കെ പച്ച വർഗീയത കേൾക്കുമ്പോൾ എങ്ങനെയാണ് കേസ്, എങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയാതിരിക്കാൻ തോന്നുന്നത്? പിന്നെ ഇതിനേക്കാൾ ഏറ്റവും കോമഡി എന്താണെന്ന് പറയുക, സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, കോമഡിയും അതേപോലെ തന്നെ സന്തോഷവും ദുഃഖവും എന്താ പറയുന്നത്, ഒരു തരം വിഷമമാണ് ഇങ്ങേരുടെ ഒരു കാര്യത്തിൽ. വേറൊന്നുമല്ല, നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കാം. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, സ്റ്റേറ്റ് ആവശ്യപ്പെട്ടിട്ട്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും അങ്ങോട്ട് ആവശ്യപ്പെട്ടാലേ നമ്മൾ എന്തെങ്കിലും സഹായത്തിന് പരിഗണിക്കുള്ളൂ എന്നാണ് നമ്മുടെ സുരേഷ് ഗോപി പറയുന്നത്. അപ്പൊ ഒന്നാമത് സുരേഷ് ഗോപിയുടെ ഓരോ സംസാരങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വാല്യൂ അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ കേരളത്തിലെ ഏക സഹമന്ത്രിയാണ്, അല്ലെങ്കിൽ ഏക ഒരു പ്രതിനിധിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒന്ന് കുരുപൊട്ടിക്കാൻ വേണ്ടി തന്നെ അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയാണെങ്കിലോ ആ സീൻ അങ്ങോട്ട് വഷളാക്കും. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ
ഈ പണി പറ്റൂല കേസ്. കാരണം പുള്ളിക്ക് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇങ്ങേര് രണ്ടു മൂന്ന് ചോദ്യം ചോദിക്കുമ്പോൾ സാധാരണ ആൾക്കാർ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യാനേ പറയൂ. ഇങ്ങേര് അങ്ങനെയല്ല, ഇങ്ങേര് അപ്പം തന്നെ കലിപ്പാവും ദേഷ്യവും, പിന്നെ അത് നേരെ എയറിലേക്ക് പോകും. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി കേട്ടോക്കാം. സ്റ്റേറ്റ് പലതവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ എംപിമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ അല്ല, അതല്ല നമ്മൾ ചോദിക്കുന്നത് കേരളത്തിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പം. കുത്തിരിപ്പല്ല ചോദിച്ചത്, കേരളത്തിന് സഹായം ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. അപ്പൊ താങ്കൾ ഇടപെടലൊന്നും പറയുന്നില്ല. താങ്കൾ ഇടപെടൽ എങ്ങനെയായിട്ടും പറയുന്നില്ല. ചോദ്യം ചോദിക്കുന്നു, പിന്നെ അതിനെ ഇടപെടുന്നുണ്ടാവും. നിങ്ങളോട് പറയേണ്ട കാര്യം ഇടപെടലുണ്ടാവും, പക്ഷെ അത് നിങ്ങളോട് പിന്നെ ആരടുത്താ പറയുന്നത്? ഈ മാധ്യമങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നുള്ള സഹായമല്ല. അദ്ദേഹം ഇന്നൊരു പാർട്ടി, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അല്ലാതെ വേറെ ആരുടെ അടുത്താണ് നമ്മൾ ചോദിക്കുന്നത്? അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ കുത്തിത്തിരിപ്പ് ഉണ്ടാകില്ല. എന്ത് കുത്തിത്തിരിപ്പാണ് ഉണ്ടാകണം എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഇതേവരെ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് സ്ഥലം സന്ദർശിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ യാതൊരു എന്താ പറയുന്ന ഒരു സാധാരണ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളി ആദ്യമേ വരും. ഇക്കാര്യത്തിൽ പുള്ളിയുടെ ഒരു ഇതും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ കിട്ടിയപ്പോൾ പുള്ളിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചു, എന്താണ് സഹായം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പുള്ളി നൈസായിട്ട് കലിപ്പായി അവരേത് എന്താ പറയുക, ഏത് റിപ്പോർട്ടർ ഏത് ചാനലിലാണ് ഉള്ള ആൾക്കാരെന്നും പറഞ്ഞിട്ട് പുള്ളിനിട്ട് സീനാക്കി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളിനെ കൊണ്ട് പറ്റൂല കേസ്. പുള്ളിനെ കൊണ്ട് എന്താണെന്നറിയോ, നമുക്കൊരു മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും മാധ്യമങ്ങളെ കാണണം, അവരുടെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യണം. പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളീൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ കലിപ്പാവും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ മാധ്യമങ്ങൾ കുരു പൊട്ടിക്കുന്ന ചോദ്യങ്ങൾ നൈസായിട്ട് ചോദിക്കും, നല്ല രീതിക്ക് ചോദിക്കും, നല്ല രീതിക്ക് ഇങ്ങേരിക്ക് എടുത്ത് കൊടയും. ലാസ്റ്റ് അത് എയറിലാവും, പ്രശ്നവും ചർച്ചയാവും, വിമർശനവും, പിന്നെ ട്രോളാവും. ഇതാണ് അവസ്ഥ കേരളത്തിന്റെ. അപ്പോൾ എന്താ പറയുക ഇയാളെയൊക്കെ.